അമൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അമൽ പങ്കുവച്ചിരുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായിട്ടുള്ള ബന്ധം, ദേവസ്വം ബോർഡിലെ അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തെ അടക്കം ജീവനക്കാർ തന്ത്രിക്കെതിരെ നൽകിയിരിക്കുന്ന മൊഴി, അങ്ങനെ മൊഴിയും തെളിവുമൊക്കെ ശക്തമായി തന്ത്രിക്കെതിരെ ഉണ്ട് എന്ന കാരണത്തിൽ നമുക്കറിയാം എളുപ്പത്തിൽ അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത്രയും ഒരു തരത്തിലുള്ള പഴുതുകളും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ അത്രയും പ്രാധാന്യമുള്ള വിഷയമാണ്. അത്രയേറെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണോ SITയുടെ നടപടികൾ? ഒരു വിധത്തിലുള്ള പിഴവും ഉണ്ടാകരുത് എന്ന് SITക്ക് ഇക്കാര്യങ്ങളിൽ നിർബന്ധമുണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് അതീവ രഹസ്യമായുള്ള ചോദ്യം ചെയ്യലടക്കം നടന്നത്. ഈ അറസ്റ്റ് എന്നുള്ളൊരു വാർത്ത, കസ്റ്റഡി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് തന്നെ ഒരുപാട് വൈകിയാണ്. ഇവിടേക്ക് ഈ ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കുന്നതിന് വളരെ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്, കസ്റ്റഡിയിലാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തെങ്കിലും തരത്തിലുള്ളൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ അറസ്റ്റിന്റെ കാര്യത്തിൽ ഒരു ചെറിയ പിഴവ് സംഭവിച്ചു പോയാൽ, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി നേരിട്ടാൽ ഉണ്ടാകുന്നതിലും 10 ഇരട്ടി ആഘാതം ഈ പറയുന്ന വിഷയത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ SITക്ക് സംശയമുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെയാണ് എല്ലാവിധ ജാഗ്രതയും പാലിച്ചുകൊണ്ട്, എല്ലാവിധ തെളിവുകളും ശേഖരിച്ചുകൊണ്ട്, ഒരു വിധത്തിലുള്ള പിഴവുകളും ഉണ്ടാകരുത് എന്ന ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ദിവിഷ്, ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം ഒന്ന് പരിശോധിച്ചാൽ, ഇതിലെ അറസ്റ്റുകളുടെ കാര്യം പരിശോധിച്ചാൽ, പലപ്പോഴും കോടതിയിൽ നിന്നടക്കം പ്രതിപക്ഷത്ത് നിന്നടക്കമുണ്ടാകുന്ന വിമർശനങ്ങളൊക്കെ ഉണ്ട്. അന്വേഷണത്തിന് വേഗത പോരാ, ഇപ്പോൾ അന്വേഷണത്തിന് ഇടയ്ക്ക് ചില അമാന്തങ്ങൾ സംഭവിക്കുന്നു, ഇടവേള ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള വിമർശനം ഉണ്ടാകുമ്പോഴും SIT അതൊന്നും ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന് എടുത്തു പറയേണ്ട കാര്യം, ഈ അറസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായി കുറേ അധികം ദിവസങ്ങൾ കഴിഞ്ഞാണ് മറ്റ് അറസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നത്. പലരെയും ചോദ്യം ചെയ്യുന്നു. നമ്മൾ ഈ പറയുന്ന വാർത്തകളിലൊക്കെ കണ്ടതിനൊക്കെ അപ്പുറത്തേക്ക് ആളുകളെ ഈ വിഷയവുമായി ചോദ്യം ചെയ്യുകയും അവരിൽ നിന്നെല്ലാം തെളിവ് ശേഖരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ SIT അതീവ രഹസ്യമായി ചെയ്യുന്നു. അറസ്റ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മാത്രം ആ വിവരങ്ങൾ മാധ്യമങ്ങളിലേക്ക് നൽകുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ശബരിമലയാണ്. അതിവൈകാരികമായ വിഷയമാണ്, വിശ്വാസത്തിൻ്റെ വിഷയമാണ്. അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ കൈവച്ച, അയ്യപ്പൻ്റെ സ്വത്തിൽ കൈവച്ച ഒരാൾ എന്നുള്ള ഒരു വിളിപ്പേര് അതിൽ പങ്കെടുക്കാത്ത ഒരാൾക്ക് ചാർത്തി കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യം എന്തായാലും SITക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു അടക്കമുള്ള, അല്ലെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന വാസു അടക്കം, പത്മകുമാർ അടക്കമുള്ളവരുടെ കാര്യം എന്ന് പറയുന്നത്, അവർക്കിനി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ മറ്റേതെങ്കിലും ഒരു കേസിൽ പെട്ടതുപോലെ ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകില്ല. കുറ്റവിമുക്തനാക്കപ്പെട്ട് പുറത്തേക്ക് വന്നാൽ പോലും അവർ അങ്ങേയറ്റം പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് മാത്രമല്ല, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും. അവരൊക്കെ അയ്യപ്പന്റെ സ്വർണം കട്ട കേസിലെ പ്രതികളാണ് എന്നേ സമൂഹം അവരെ കാണൂ. അവരുടെ ഇന്ന് ഈ ഒരു തലമുറയെ മാത്രമല്ല, അവരുടെ തലമുറകളെ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണ് ഇത് എന്നുള്ളതിനാൽ തന്നെ അതീവ ജാഗ്രത പുലർത്തുന്നു SIT. അങ്ങനെ ഒരു സംശയത്തിന്റെ ആനുകൂല്യമുള്ള ആരെയും അങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തി സമൂഹത്തിന് മുന്നിൽ അങ്ങനെ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തി അവരെ കല്ലെറിയാൻ വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ബോധ്യം SITക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് പല ചർച്ചകളും പല തലങ്ങളിൽ നടക്കുമ്പോൾ, ഇന്നയാൾക്ക് പങ്കില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ SIT അതിനെയൊന്നും കാര്യമായി കാണുന്നില്ല. തെളിവുണ്ടെങ്കിൽ മാത്രം അറസ്റ്റ് എന്നുള്ളതാണ് അവരുടെ ഒരു നീക്കം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെയും നടന്നിരിക്കുന്ന അറസ്റ്റുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കോടതിയിൽ നിന്ന് പോലും ഒരു തിരിച്ചടി ഈ അന്വേഷണ സംഘത്തിന് ഉണ്ടായിട്ടില്ല. നല്ല നിലയിൽ അന്വേഷണം പോകുന്നു എന്നുള്ള ഒരു ബോധ്യം ഈ പറയുന്ന പ്രതിപക്ഷത്തിന് പോലും അത്തരമൊരു ബോധ്യം നൽകാൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറസ്റ്റിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് കരുതേണ്ടി വരും. യാതൊരു പിഴവുകളുമില്ലാതെ തെളിവ് ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അറസ്റ്റ് എന്നുള്ള ആത്മവിശ്വാസം SIT പങ്കുവയ്ക്കുകയാണ്. എന്തായാലും കോടതിയിലേക്ക് എത്താൻ പോകുന്നു. ഇനി കാര്യങ്ങളെല്ലാം കോടതി തീരുമാനിക്കും. ശരി, എന്തായാലും തന്ത്രി കണ്ഠരര് രാജീവരുമായി അന്വേഷണ സംഘം കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും.